അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം വിജയിച്ചിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത്. ഇനി മോഹൻ ബഗാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലെ എതിരാളികൾ. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ജീസസ് ജിമിനസും അതോടൊപ്പം തന്നെ നോഹ സദോയുമാണ്. നോഹ സദോയുടെ ഗോൾ എടുത്തെടുത്ത് പറയേണ്ടതാണ്. അതുമാത്രമല്ല, നോഹ സദോയുടെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിലെ പ്രകടനം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യം ഒരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ പെനാൽറ്റി ആദ്യം ജീസസ് ജിമിനസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഗോൾ കീപ്പറായിട്ടുള്ള പ്രഭ്ഷൺ സിംഗ് കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ലൈൻ വിട്ടതിനാൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു പെനാൽറ്റി റീ കിക്ക് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു രണ്ടാമത് കിട്ടിയൊരു അവസരം ജീസസ് ജിമിനസ് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് തവണ ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ 3ഓളം തവണ ഓഫ് സൈഡ് വിളിക്കുകയുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ഓഫ് സൈഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ, അതായത് ഡേവിഡ് കെറ്റാലയുടെ കീഴിലുള്ള ആദ്യത്തെ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, മത്സരത്തിനിടെ ഡേവിഡ് കെറ്റാലയ്ക്ക് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നിശ്ചിത ലൈൻ വിട്ട് മുന്നോട്ട് കയറി വന്നതിനാലാണ് അദ്ദേഹത്തിന് ആ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടുവാനായിട്ട് പോകുന്നത് മോഹൻ ബഗാനെ ആയിരിക്കും അടുത്ത റൗണ്ടിൽ. എന്തൊക്കെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മത്സരം കൂടി വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.